بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഒരു നല്ല സമയവും നല്ല ദിവസവും ഒക്കെ ഒരു സത്യവിശ്വാസിക്ക് സന്തോഷം തരുന്നത്. ഉദാഹരണം, ഒരു വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ, ഒരു പെരുന്നാൾ വന്നാൽ, ഒരു റമദാൻ വന്നാൽ, ഒരു വെള്ളിയാഴ്ച രാവ് വന്നാൽ, പഠിച്ചവനെ ഇതൊരു നല്ല സമയമാണല്ലോ, നല്ല നേരമാണല്ലോ എന്നൊരു തോന്നലും മറ്റുള്ളവരെ ഒരു ഓർമ്മപ്പെടുത്തലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വ്യാപകമായി പഴയ കാലങ്ങളിലൊക്കെ. ഇന്ന് ഒരു വെള്ളിയാഴ്ച രാവ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. തീരെ ഞാൻ നിഷേധിച്ചു പറയല്ല, എന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ചില രീതികളും തിരക്കുകളും ചില യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് കളയുന്ന അവസ്ഥയിലേക്ക് പുരോഗതി എന്ന പറഞ്ഞുകൊണ്ട് നാം എത്തിയിരിക്കുകയാണ്. തിരിച്ചറിവ് ഒക്കെ നഷ്ടപ്പെട്ട് കണക്കുകൂട്ടലുകൾ പിഴച്ച് അവസാനം അമലുകൾ കുറഞ്ഞ് ഹിദായത്ത് പോലും ഇല്ലാതെ പോകുന്ന അവസ്ഥ വരാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുലേക്ക് അടുപ്പം എന്നത് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് നിർബന്ധവുമാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ എപ്പോഴും വൃത്തിയാക്കാറുണ്ട്. നമ്മുടെ ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന്, ശരീരത്തിന്റെ വിസർജന വസ്തുക്കളിൽ നിന്ന്, വിയർപ്പിൽ നിന്ന്, ദുർഗന്ധത്തിൽ നിന്ന് ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം ശരീരത്തെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം കുളിച്ചില്ലേൽ പോലും, ഒരു ദിവസം പല്ല് തേച്ചില്ലേൽ പോലും അതിൻ്റെതായ അസ്വസ്ഥതകൾ ആ ശരീരത്തെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എങ്കിൽ ആത്മീയ കോണിലൂടെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ശരീരം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ആ അവസ്ഥ പാപം സംഭവിക്കലാണ്. പാപം സംഭവിച്ചില്ലേൽ പോലും നിർബന്ധമായ അമലുകൾ അതിന്റെ പരിപൂർണതയിൽ ചെയ്യാൻ കഴിയാതെ പോകലാണ്. അല്ലെങ്കിൽ കൂടുതൽ പുണ്യം നമുക്ക് സമ്പാദിക്കാൻ കഴിയാതെ പോലാണ്. ഇതൊക്കെ ശരീരം മലിനമാവുന്നതിന്റെ മറ്റൊരു ഭാഗമാണ്. അങ്ങനെ വരുന്നിടത്ത് ഈ ശരീരത്തെ നമ്മൾ വൃത്തിയാക്കുക, മാലിന്യങ്ങളിൽ നിന്നും നാം വൃത്തിയാക്കുക എന്നത് നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ഏറ്റവും വലിയൊരു ബാധ്യതയാണ്. ഞാൻ സുദീർഘമാക്കുന്നില്ല. സ്വന്തത്തോട് നമുക്കൊരു ദഅവത്ത് ഉണ്ട്. അഥവാ നമ്മുടെ മനസ്സാക്ഷിയോട് നാം നന്മ കൽപ്പിച്ച് ശരീരം കൊണ്ട് അത് ചെയ്യാം. നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ തിന്മ കൽപ്പിച്ച് ശരീരം കൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കാം. യഥാക്രമം ഇതൊരു ദഅവത്തായി വരുന്നുണ്ട്. സ്വന്തം ശരീരത്തോട് അത് പൂർണ്ണമായി കഴിയുന്ന ഒരു മനുഷ്യന് നിസ്സംശയം തന്റെ കുടുംബത്തോട് അത് ചെയ്യാവുന്നതാണ്. അതിൽ ഫലമുണ്ടാവും. പിന്നെ അതിനുശേഷം സമൂഹത്തോട് തന്റെ ആജ്ഞാശക്തി അള്ളാഹു തരുന്ന ഒരു അത്ഭുത സിദ്ധിയായി സമൂഹത്തോടും അത് നിർദ്ദേശിക്കാവുന്നതാണ്. ഇത് പരിശുദ്ധമായ പ്രമാണങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്. ചിന്തിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട് സൂറത്ത് ഫുസ്സിലത്തിൽ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. എന്തൊരു സന്തോഷത്തോടു കൂടെ ആയിരിക്കും ഒരാള് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര സന്തോഷമുണ്ട് നമുക്കൊരു മുസ്ലിമാണെന്ന് പറയാം. ആ പറച്ചലിന്റെ പരിപൂർണ സന്തോഷം കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയൂ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന കാര്യത്തിലേക്ക് സ്വന്തം ശരീരത്തെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും തന്റെ ചുറ്റുപാടിലുള്ളവരെയും ക്ഷണിക്കാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുകയും അതോടൊപ്പം തന്നെ വഅമില സ്വാലിഹ, അത് തന്നെയാണ് ക്വാളിറ്റി. അമലു സ്വാലിഹാത്തോട് കൂടെ ക്ഷണിക്കണം. അപ്പോഴാണ് ക്ഷണിക്കാവുന്ന ക്വാളിറ്റി. എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാ എന്നത് വലിയ സന്തോഷമാണ്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അവനേക്കാളും നല്ല വർത്താനം, അവനേക്കാളും മധുരമുള്ള പ്രതികരണം, അവനേക്കാളും മധുരമുള്ള ശബ്ദം പറയുന്നവൻ വേറെ ആരുമില്ല. ഏതായിരുന്നു ആ ശബ്ദത്തിലൂടെ പുറത്തു വന്ന ഉദ്ധരണി? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാ.
അള്ളാഹു ആ മുസ്ലിമിൽ നമ്മെ പെടുത്തട്ടെ. ആ മുസ്ലിം ആവാൻ വേണ്ടിയിട്ടാ യൂസുഫ് നബി ദുആ ഇരുന്നത്. ആ മുസ്ലിം ആവാൻ വേണ്ടിയിട്ടാ ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും പ്രാർത്ഥിച്ചതും പ്രയത്നിച്ചതും. നമുക്ക് ഈ ആയത്ത് തരുന്ന ഏറ്റവും വലിയ പാഠം, നന്മകൾ പറഞ്ഞു കൊടുത്ത് പലരും നന്നാക്കാൻ പോകാറുണ്ട്. നമ്മൾ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാന ഖുർആൻ പറഞ്ഞത്. നന്മ പറയുന്നതിന്റെ കൂടെ അത് പറയാനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ രസകരമായ ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ആലു ഇമ്രാനിന്റെ 104-ാമത്തെ ആയത്ത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന, നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ, അത് നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന ഉദ്ധരണി നമ്മുടെ മനസ്സിലങ്ങ് കൊണ്ടുവരാം. ഖുർആൻ പറഞ്ഞത് വൽതകും മിൻകും, നിങ്ങളിൽ നിന്നും ഉണ്ടായി വരട്ടെ, അതായത് നമ്മളിൽ ഉണ്ടാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നമ്മളിൽ ഉണ്ടാവട്ടെ. അത് നമ്മളാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ഭർത്താവാണ്, നമ്മുടെ മക്കളാണ്. നല്ലത് പറയണം. അതായത് വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്ന ആ ഒരു പ്രകൃതം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ ഒക്കെ പറയുന്നത് ഇത് വ്യാപകമായ ഒരു പ്രബോധനത്തെ കുറിച്ചുള്ള സൂചനയാണ്. എന്നാൽ അതിന്റെ ഏറ്റവും നിർബന്ധിത തലം ഓരോരുത്തർക്ക് പറ്റുന്ന പോലെയെങ്കിലും ചെയ്തിരിക്കണം. ഒരാൾക്ക് പറ്റുന്ന പ്രബോധനം സ്വന്തം ശരീരത്തെ നന്നാക്കലാണ്. ഈ ശരീരം ഇനി ആ ഹറാമ് ചെയ്യൂല, ഈ ശരീരം കൊണ്ട് ഞാൻ ഇനി ആ നന്മ ഉപേക്ഷിക്കൂല. സ്വന്തത്തെ പറഞ്ഞ് ബോധിപ്പിച്ച് സ്വന്തം ശരീരത്തെ അതിനുവേണ്ടി പണിയെടുപ്പിക്കുക എന്നുള്ളത് അത് വലിയ മല്ലുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ, കൂപ്പിലും അതുപോലെ തന്നെ മില്ല് എന്ന് പറഞ്ഞാൽ തടി അറുക്കുന്ന മില്ലുകൾ, അവിടെയൊക്കെ ഇപ്പോൾ ക്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആനയെ കൊണ്ട് തടി വലിപ്പിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ അത്രയും വലിയ ഒരു ജീവിയെ കൊണ്ട് ഇത്രയും ഭാരമുള്ളതിനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി നമ്മൾ എടുപ്പിച്ചും ഭാരം ചുമപ്പിച്ചും നമ്മൾ വലിയവരായി നിന്നോടത്ത് അത്രയൊന്നുമില്ലാത്ത നമ്മുടെ ശരീരത്തെ അത്രയൊന്നും ഭാരമില്ലാത്ത കാര്യം ചെയ്യിക്കാൻ വേണ്ടി പണിയെടുപ്പിക്കാൻ മനുഷ്യന്റെ പ്രകൃതത്തിന് കഴിയും. പക്ഷെ പൈശാചിക കൂച്ചുവിലങ്ങുകളെ പൊട്ടിച്ചെറിയ എന്നതാണ് ഏറ്റവും വലിയ ശ്രമകരമായ അതിന്റെ അനുബന്ധ കാര്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലുണ്ടല്ലോ, നിങ്ങളിൽ ഓരോരുത്തരും ഒരു മോശമായ കാര്യം കണ്ടാൽ അത് കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയാ. അത് വ്യാപകമായ സമൂഹത്തിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിലാണെങ്കിൽ പോലും. അങ്ങനെ പറഞ്ഞു, തന്റെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയാ. എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും അതിനോട് ഒരു പ്രതിഷേധം അറിയിക്കാൻ. എന്നാൽ അവന് കയ്യുകൊണ്ടും നാവുകൊണ്ടും കഴിയാത്ത അവസ്ഥയിൽ ഒരു തിന്മയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വിരോധം വെക്ക എന്ന് പുണ്യ നബി. വദാലിക അദ്അഫുൽ ഈമാൻ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഈമാൻ ഏറ്റവും ദുർബലമാകുന്ന ഒരു ഘട്ടത. ഈമാൻ കുറഞ്ഞ ആൾക്ക്, അല്ലെങ്കിൽ ഈമാനിന്റെ ഏറ്റവും താഴെയുള്ള ഒരു സ്വഭാവം, ഈമാന്റെ ഏറ്റവും കുറഞ്ഞൊരു അംശം നമ്മളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയും. അതൊരു അടയാളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഈ ശരീരം ഇങ്ങനെ മലീമസമായിക്കൊണ്ടിരിക്കുക, നമ്മുടെ ശരീരം ഇങ്ങനെ അഴുക്ക് പുരണ്ടുകൊണ്ടിരിക്കുക. സാധാരണ ജീവിതത്തിലെ ചില ശ്രദ്ധിക്കാത്ത കാര്യങ്ങളെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നാവാൻ പറ്റും. നമുക്ക് നന്നാവണ്ടടോ, നമുക്കൊന്ന് നന്നാവണമല്ലോ. മരിക്കണേന് മുമ്പൊന്ന് നന്നാവണ്ടേ?
എന്നും നന്നായിരിക്കാൻ പറ്റാത്ത, എന്നും നന്നായിരിക്കുക എന്നത് പറ്റാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് മരിക്കണതിന് മുമ്പെങ്കിലും ഒന്ന് നന്നാവണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറേ കാലം നന്നായിരിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാവാനും അതനുകരിച്ചവരുടെ കൂലി നാളെ ആഖിറത്തിൽ സ്വായത്തമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എന്നും നന്നാവണം, അറ്റ്ലീസ്റ്റ് മരിക്കണതിന് മുമ്പെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹിച്ചേ പറ്റൂ. സാധാരണ ജീവിതത്തിന്റെ ചില ഉദ്ധരണികൾ, സാധാരണ ജീവിതത്തെ കുറിച്ചുള്ള ചില ഉദ്ധരണികൾ അത് മാത്രം നമ്മുടെ വിചാര പദത്തിൽ തന്നിട്ട് ഞാൻ ഈ ചെറിയ ഉപന്യാസം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊരു വ്യക്തി വിചാരണ നടത്തൽ നമുക്ക് നിർബന്ധം. നമ്മുടെ നഫ്സിനോടുള്ള ഏറ്റവും വലിയൊരു ദഅവത്ത് അവിടെയാണ്. ആഴ്ചയിൽ ഒരിക്കൽ അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ, അത് നമുക്ക് പ്രധാന സുന്നത്താണെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇആനത്തിൽ കാണാം, അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കലും തിന്മ തടയുകയും ചെയ്യുക എന്നത് വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്താണ്. അങ്ങനെയിരിക്കെ ആഴ്ചയിൽ ഒരിക്കൽ വ്യക്തി വിചാരണ സ്വന്തം നഫ്സിനോട് ഏറ്റവും വലിയ ദഅവത്തായി തന്നെ നമ്മൾ കാണണം. നമ്മളൊന്ന് ആലോചിക്കാം, ഈ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ പടച്ച റബ്ബേ ഞാൻ എത്ര യാസീൻ ഓതി, ഞാൻ എത്ര വഖത്ത് നിസ്കാരം ഖളാ ആക്കി, ഞാൻ അവിടെ വീട് പാർക്കലിന് പോയപ്പോഴും കല്യാണത്തിന് പോയപ്പോഴും എത്ര വഖത്ത് എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. ഞാൻ ഈ ആഴ്ചയിലല്ലേ പടച്ചോനെ പലിശയുമായുള്ള ബന്ധം ഒഴിവാക്കി അതിന് ഊരിപ്പോന്നത്. അൽഹംദുലില്ലാഹ്, ഈ ആഴ്ചയിൽ ഞാൻ എത്ര രൂപ സദഖ കൊടുത്തു, ഈ ആഴ്ചയിൽ ഞാൻ എത്ര പേർക്ക് സഹായം ചെയ്തു കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ആലോചിക്കാമല്ലോ. ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. അപ്പൊ ഭാര്യ ചോദിക്കുക, എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ ആഴ്ച ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അവള് പറയും, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം, നിനക്കെന്തൊക്കെ പറ്റിയിടി എന്ന് ചോദിക്കാം. അപ്പൊ പറയും, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മവിചാരണ, അതും ഒരു അനുരാഗത്തിന്റെ ഭാഷയിലാവുമ്പോൾ നല്ല രസമുണ്ടാവും, അതിനൊരു ഭംഗിയുണ്ടാവും. ഏതായാലും അങ്ങനെയല്ലേ പോലും സ്വന്തത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു വ്യക്തി വിചാരണ സ്വന്തം നഫ്സിനോടുള്ള ഏറ്റവും വലിയ ദഅവത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും സുന്നത്താണ്, വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്താണ്. അപ്പൊ സ്വന്തം വ്യക്തി വിചാരണ നടത്തുന്ന ആള് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ആ 10 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായാൽ, പ്രത്യേകിച്ച് അത് വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തിനോടനുബന്ധമായി വരുന്ന, ഏതാണ് വെള്ളിയാഴ്ച പ്രധാന സുന്നത്ത്? നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. അത് ആദ്യം ഫർള് എവിടെയാണ്? സ്വന്തം നഫ്സിനോട്. സ്വന്തം നഫ്സിനോട് നന്മ കൽപ്പിച്ച് നന്മ ചെയ്യാൻ നിർബന്ധിച്ച് തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് ആവണമെങ്കിൽ ഈ 10 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്ത് നമുക്ക് പൂർണ്ണമായും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതായത് സ്വന്തം നഫ്സിനോടുള്ള ദഅവത്തിന്റെ പ്രായോഗികതയെ നമുക്ക് 10 കാര്യങ്ങളിൽ കണ്ടെത്താൻ കഴിയും. 1, പതിവായി സംഭവിക്കുന്ന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് അത് ഒഴിവാക്കാം. ഒരു ഉദാഹരണം, സോഷ്യൽ മീഡിയ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ നമുക്കത് മാറ്റി നിർത്താൻ പറ്റൂല. പക്ഷേ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് കണ്ടന്റ് വഴി നമ്മൾ ഇന്ന സമയങ്ങളിൽ, നമ്മുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഒരു സിനിമാ ക്ലിപ്പ് കാണുക, അല്ലെങ്കിൽ ഹറാമായ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരാം. അപ്പൊ ഞാൻ ആ വഴിക്കില്ല. സ്ഥിരമായി നമ്മൾ പതിവായി നമ്മളത് അവഗണിക്കാറുണ്ട്. എന്നാൽ ആ വഴി അങ്ങോട്ട് ഒഴിവാക്കാം. പതിവായി നമുക്ക് ചില തെറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. ചില ആളുകളുണ്ട് സുബഹിക്ക് നിസ്കരിക്കാതെ കിടന്നുറങ്ങാം. അവർക്ക് നിസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷെ സുബഹി ലോഹറിനും പോലെ എപ്പോഴും അതിനെ കലാ വിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പതിവായി സംഭവിച്ചു പോകുന്ന ചില തെറ്റുകളുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് നമ്മൾ ആലോചിക്കുക. സ്വന്തം ജീവിതത്തിൽ ആലോചിക്കുക, ഞാൻ ആലോചിക്കുക, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, പതിവായി ഇന്നതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ പടച്ചോൻ. അങ്ങനെ ഞാൻ സ്വയം ആലോചിക്കാം. ഒന്നാമത്തെ കാര്യമാണത്. എന്നിട്ട് അത് അറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒഴിവാക്കാൻ നോക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് മുമ്പ് കുറെ നന്മകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചു നാളായിട്ട് അതില്ല. അപ്പൊ മുമ്പ് ചെയ്തിരുന്നതും നിലവിൽ മുടങ്ങി കിടക്കുന്നതുമായ ആ നന്മകൾ പുനരാരംഭിക്കുക. മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, പടച്ചോനെ ഞാൻ അന്ന് അന്യായം ഓതിക്കൊണ്ടിരുന്നതാ, ഇപ്പൊ ഓതലുമില്ല, ഇപ്പൊ അതുമായിട്ട് സമയം കിട്ടലില്ല. എന്താണ് ഈ സമയം കിട്ടായിക? സമയം അള്ള തന്നത് അന്നും ഇന്നും എന്നും ഒരുപോലെ. വൽ അസ്ർ, സമയം അള്ള തന്നിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സമയം ഉപയോഗിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ നഷ്ടത്തിൽപ്പെട്ടിരിക്കുക. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഈ ആയത്തിന് ഇങ്ങനെ നമുക്കൊരു അർത്ഥം ചിന്തിച്ചുകൂടെ?
മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇബാദത്ത് ചെയ്തു. ആ മഹാനവറുകൾക്ക് അള്ളാഹു ഒരു ദിവസം കൊടുത്തത് 24 മണിക്കൂർ തന്നെയാ. അത് തന്നെ നമുക്കും തന്നില്ലേ? അപ്പൊ സമയം കിട്ടുന്നില്ല എന്നുള്ളതല്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, മുമ്പ് ചെയ്തിരുന്നതും നിലവിൽ മുടങ്ങിയതുമായ ആ നന്മകളെ ഒന്ന് പുനരാരംഭിച്ചേ പറ്റൂ. 1000 സ്വലാത്തൊക്കെ മുമ്പ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഉസ്താദ്, ഇപ്പൊ സമയം കിട്ടില്ല. സമയം കിട്ടിയേ പറ്റൂ. അത് പുനരാരംഭിക്കണം. അപ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ വരും. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിർബന്ധമായ പലതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാട്ടോ. ആ നിർബന്ധമായ പലതും മുടക്കം വരാതെ അങ്ങോട്ട് നിലനിർത്തി അങ്ങോട്ട് പോകണം. അതായത് മുമ്പുണ്ടായിരുന്നത് നമ്മൾ കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതുമായ നിർബന്ധിതമായ പല കാര്യങ്ങളും, ആ നിർബന്ധമായ ഫറളായ കാര്യങ്ങൾ അത് നമ്മൾ നിർവഹിച്ചു പോവാ. നാലാമത്തേത്, സുന്നത്തുകളെ മാക്സിമം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റി കൊണ്ടുവരാം. സുന്നത്തുകളെ ഭക്ഷണം കഴിക്കാണ്. എന്താണ് അവിടെ സുന്നത്തുകളായ കാര്യങ്ങൾ? 2 കൈയും വായും കഴുകി വന്നിരിക്കുമ്പോൾ സുന്നത്ത. അപ്പൊ അതിൽ ഒരു കൈയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ മറ്റേ കൈ കഴുകി എന്താ? അതിന്റെ പരിപൂർണ കൂലി കിട്ടണമെങ്കിൽ 2 കൈയും വായും കഴുകണം. ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാർ ഇടത്തെ കൈക്ക് കുടിക്കും, ചിലപ്പോൾ വലത്തെ കൈ കൊണ്ടൊന്ന് താങ്ങി കൊടുക്കും. എന്തായാലും അത് കളയാനുള്ളതാ. ആ വലത്തെ കൈക്ക് തന്നെ അത് അങ്ങ് പിടിക്കാം. അപ്പൊ സുന്നത്തുകളെ മാക്സിമം കൊണ്ടുവരാം. പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ ഒന്ന് അന്വേഷിച്ചു നോക്ക്. റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്തുണ്ടെന്ന്. എന്നിട്ട് അത് ഓരോ വഖത്തിന്റെ കൂടെയും നമ്മൾ നിർവഹിക്കണമെന്ന് തീരുമാനമെടുത്താൽ ആ വഖത്തില് അത് നിസ്കരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തി നിസ്കാരവുമായി ബന്ധപ്പെട്ട് കുറെ സമയം നമുക്ക് കിട്ടും. അഞ്ചാമത്തേത്, 2 നേരമെങ്കിലും ദിവസവും ഖുർആൻ എടുത്തോതണം. കാണാതെ ഓതണം എന്നല്ല പറഞ്ഞത്, ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ച് ഓതണം. ഒരു ദിവസം 2 നേരമെങ്കിലും, ഏറ്റവും കുറഞ്ഞത്. അതൊരു പ്രധാന ഔഷധമാണ് ഈ ഖുർആൻ. ഖൽബിലെ കറകൾ കളഞ്ഞ് ഈമാന്റെ വെളിച്ചം കയറാൻ ഖുർആൻ പാരായണമാണ് ഏറ്റവും വലിയൊരു മരുന്ന്. നിങ്ങളുടെ ഹൃദയത്തിന് പാപക്കറ വരുമ്പോ അത് കളയാനുള്ളതായ മരുന്ന് 2 ഒന്ന് സ്വന്തം വിചാരവും 2 ഖുർആൻ തനിച്ചിരുന്ന് പാരായണം ചെയ്യലുമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുദീർഘമാക്കുന്നില്ല. ആറാമത്തെ കാര്യം, അള്ളാഹു വേഗത്തിൽ കബൂലാക്കുമെന്ന് ഉറപ്പുള്ളതും കൂടുതൽ കൂലി കിട്ടുന്നതുമായ അമലുകൾ ഏത് എന്ന് അന്വേഷിക്കാം. പടച്ചോൻ പെട്ടെന്ന് കബൂലാക്കുന്ന അമല്, ഉദാഹരണം സ്വലാത്ത് ചൊല്ലിയാൽ വേഗം കബൂലാവും. കൂലി കൂടുതൽ കിട്ടുന്നത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൂലി കൂടുതൽ കിട്ടും. അത് താല്പര്യപൂർവം ചെയ്യണം. വെറുതെ ഇരിക്കാണ്, ഒരു 100 സ്വലാത്തല്ലാന്ന് ഓർത്തു, ആയിക്കോട്ടെ, സമയം കളയണ്ട. വേഗം അള്ളാഹു കബൂലാക്കും, വലിയ കൂലി കിട്ടും. അങ്ങനെയുള്ള അമലുകൾ ആഗ്രഹിച്ച് ചെയ്യുക. ആറാമത്തെ കാര്യം അതാ. ഏഴാമത്തേത്, സമയബന്ധിതമായ നിസ്കാരം. അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശ്രമിച്ചു പോന്നാൽ അതൊരു ശീലായിക്കോളും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കാരിൽ കൂടല് ഭക്ഷണം കഴിച്ചൊരു വൃത്തിയാവൂല, ഒരു മെനയാവൂല. ഭക്ഷണം കഴിക്കാരിൽ കൂടെ ഇരിക്കലും നിർബന്ധ. ഭാര്യയോട് പറയും, ഞാൻ വന്നിട്ടേ കഴിക്കാവൂ, ഒരുമിച്ചിരിക്കുക. കൂടെ ആരിലുണ്ടെങ്കിലേ പറ്റൂ. ചിലർക്കുണ്ട് ഒരു വിരുന്നാര് നിർബന്ധ. എന്ന പോലെ നമുക്ക് നിസ്കാരം ഒറ്റയ്ക്ക് നിർവഹിക്കുന്നത് ഒരു അസ്വസ്ഥമാവും. നമുക്കൊരു ജമാഅത്ത് നിർബന്ധമാണെന്ന് തോന്നിപ്പോ. അപ്പൊ പരമാവധി സമയബന്ധിതമായി നിസ്കരിക്കുകയും അത് ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുകയും അത് ശീലമാക്കി പോരുകയും ചെയ്യാം. എട്ടാമത്തേത്, 5 വഖത്ത് നിസ്കരിക്കുമ്പോഴും നിസ്കാര ശേഷം ദുആ മുടക്കല്ലേ. 5 വഖത്ത് ഒരാൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹിനോടുള്ള ഹക്ക് വീട്ടിയെന്നും 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം മാതാപിതാക്കൾക്ക് ദുആ ഇരുന്നാൽ മാതാപിതാക്കളോടുള്ള ഹക്ക് വീട്ടുകയെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ 5 വഖത്ത് നിസ്കാരം ഉണ്ടായിരിക്കും. നിസ്കാരം കഴിഞ്ഞ ഒരു 2 മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ ഒന്ന് കൈ ഉയർത്തിയിട്ട്, എത്ര പ്രശ്നങ്ങളിലാണ് നമ്മളുള്ളത്, എത്ര പ്രതിസന്ധികളിലാണ് നമ്മളുള്ളത്. അള്ളാഹുവോടൊന്ന് ദുആ ഇറക്കുക, പടച്ചോനെ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണേ, ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്ന് അങ്ങോട്ട് ദുആ ചെയ്യാം. അങ്ങനെ ദുആ എന്ന് ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കണക്ഷൻ വരും. അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളോട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുകയോ മറ്റൊരാളോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവര് തമ്മിൽ ആദ്യമായിട്ട് കണ്ടപ്പോഴാണ് അത്തരം തുറന്നു പറഞ്ഞെങ്കിൽ രണ്ടാമത് കാണുമ്പോൾ അവര് തമ്മിൽ വലിയ അടുപ്പായിരിക്കും കാണിക്കുക. എന്തുകൊണ്ട്? അവിടെ ഉണ്ടാകുന്ന ഒരു മാനസിക ടച്ച് ഉണ്ട്. മനസ്സിനോട് ടച്ച് ചെയ്യുന്നത് ഇത് മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണിക്കുന്ന അടുപ്പത്തെക്കാളും
എത്രയോ പതിമടങ്ങ് ഇങ്ങോട്ട് അടുക്കാൻ വരുന്ന, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ മാസ്മരികമായ അടുപ്പം സൃഷ്ടിക്കുന്ന തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു നമ്മോട് അടുക്കട്ടെ, നമുക്ക് അങ്ങോട്ട് അടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ റബ്ബിനോട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നിസ്കാര ശേഷം ദുആ ഒഴിവാക്കാതിരിക്കുക. മലയാളത്തിൽ ദ്വാരുന്നോളൂ. പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞ് ഉസ്താദ് ദ്വാരുന്നു, ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളൂ. അതൊരു ദുആയാണ്. ആമീൻ പറയല് ദുആയാണ്. ദുആയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്കൊരു ചെറിയ വിഷമമുണ്ട്. ഉസ്താദ് ദ്വാരന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുആന്ന് കഴിഞ്ഞ് പിരിഞ്ഞു പോരാ. പടച്ചോനെ, ഇന്ന ആവശ്യവും കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, അങ്ങോട്ടിരുന്ന് ചോദിക്കുക. അപ്പൊ 5 വഖത്തിലും ദുആ മുടക്കാതിരിക്കാൻ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ദുആ ചെയ്യുന്നവനെ കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ദുആ ചെയ്യുന്ന ശബ്ദത്തെ അവനോട് കൂടുതൽ അടുക്കാൻ അത് വേണ്ടി വരുന്നു. 9ാമത് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു ആദരിച്ച വ്യക്തികൾ, അല്ലാഹു ആദരിച്ച സാധനങ്ങൾ, അല്ലാഹു ആദരിച്ച സ്ഥലങ്ങൾ, അല്ലാഹു ആദരിച്ച സമയങ്ങൾ, അങ്ങനെ ആദരിക്കേണ്ട ബഹുമാനിക്കപ്പെടേണ്ടതെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കാതെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ നടന്നു പോന്നപ്പോ ഒരാളെ നമ്മുടെ കാലുകൊണ്ട് തട്ടി, പെട്ടെന്ന് ഇങ്ങനെ തൊട്ടുമൊത്തും. എന്തുട്ടപ്പി കാണിക്ക? തൊട്ടുമൊത്തുന്ന എന്തിനാ? തൊട്ടുമൊത്തുന്നത് നിന്റെ കാല് തട്ടിയതൊരു മനുഷ്യനാണെങ്കിൽ, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചെന്നാ പറഞ്ഞത്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമല്ലോ. അപ്പൊ ബഹുമാനിക്കപ്പെടേണ്ടതെല്ലാം ബഹുമാനിക്കാം. 10ാമത് പറയട്ടെ, വർത്തമാനം പറഞ്ഞുകൊണ്ടാ പലപ്പോഴും നമ്മുടെ അമലുകളെ ഫസാദാക്കുന്നത്. ചിന്തിച്ചു വർത്തമാനം പറയുക. പാപമാണോ ഞാൻ പറയുന്നത്? ഇത് കൂലി കിട്ടുന്നതാണോ ഞാൻ ഈ പറയുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമോ? പടച്ചോനെ, ഞാനിത് പറയേണ്ടതാണോ അല്ലയോ? സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഹറാമുകൾ വരാതെ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതൊന്നും പറയാതിരിക്കാം. വർത്തമാനം പറയുന്നത് ഇത് പാപമാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് വർത്താനം പറയാം. അപ്പൊ ഗീബത്ത് ഒഴിവായി, കളവുറയിൽ ഒഴിവായി, പൊങ്ങച്ചൊഴിവായി, കുശുമ്പ് ഒഴിവായി, നമീമത്തൊഴിവായി, ഒക്കെ ഒഴിവാവും. അങ്ങനെ ഇനി വർത്താനം പറയേണ്ടി വന്നാൽ തന്നെയും വർദ്ധിപ്പിക്കാതിരിക്കാം. ഒരല്പം മാത്രം പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാവിനെ നിയന്ത്രിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 10 കാര്യങ്ങൾ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ നഫ്സിനോടുള്ള ദഅവത്ത് നടത്തി കഴിഞ്ഞു. ഈ 10 കാര്യം കൊണ്ട് നമുക്ക് വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകൾ കിട്ടിക്കഴിഞ്ഞു. ഈ 10 കാര്യം കൊണ്ട് ഒരാൾക്ക് നന്നാവാൻ കഴിഞ്ഞു. ഒരിക്കലും നന്നാവൂല എന്ന് വിചാരിച്ചവൻ, നിലവിൽ ഒരു സ്വാലിഹാവാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ട 10 കാര്യങ്ങളായത്. ഇതങ്ങ് ജീവിതത്തിൽ ചെയ്തു പോന്നവന് ഇനി മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള യോഗ്യത കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പോകേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, അത് കഴിഞ്ഞ് കുടുംബത്തെ നരകത്തിന്റെ കത്തിയാളലിൽ നിന്നും സംരക്ഷിച്ചു നിർത്തിക്കോളൂ എന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ദഅവത്ത് നിർബന്ധമാണ്. എത്ര കൂലിയാ ഇതിന് കിട്ടാ എന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മുആദിനോട് റസൂലുള്ളാഹി പറയുകയാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അസ്സുഹദ് വറഖായിഖ് എന്ന കിതാബിൽ കാണാം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ല അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദേ, നിന്നെ കൊണ്ട് ഒരാൾ നന്നായാൽ ആ ഒരാൾ നിന്റെ നഫ്സാവാം, ആ ഒരാൾ നിന്റെ ഭാര്യയാവാം, ആ ഒരാൾ നിന്റെ മകനാവാം, നിന്റെ മകളാവാം, നിന്റെ കൂടെ നടന്നവർ ആരുമാവാം. നിന്നെ കൊണ്ട് ഒരാളെ നന്നാക്കാൻ കഴിഞ്ഞാൽ ആ നന്നാക്കൽ മുഖേന അല്ലാഹു തരുന്ന കൂലി ഈ ദുനിയാവോ ഇതിലുള്ള സർവ്വതോ നിനക്ക് കിട്ടിയാലും ആ കൂലിയോളമല്ല. ആ കൂലി അത്ര വലിയ കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ലത് പറഞ്ഞു കൊടുത്തത് ഒരാൾക്ക് ചെയ്യാൻ തോന്നിയാൽ, എന്റെ സഹോദര, ഞാൻ ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു സഹോദരൻ പള്ളിയിൽ നിന്നും ഒരുപാട് നേരം കഴിഞ്ഞ് പുറത്തു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. 10-15 വർഷമായി സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഓതേണ്ട ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഓതിയിട്ട് ഞാൻ പുറത്തു വരുന്നത് എന്റെ ളുഹാ നിസ്കാരവും കൂടി കഴിഞ്ഞ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്നും ഉംറ ചെയ്ത കൂലി കിട്ടുമെന്നും മുമ്പൊരിക്കലൊരു ഇമാമ് പറഞ്ഞു തന്നത് ഞാൻ അനുവർത്തിച്ചു പോരുന്നു. 20 വർഷത്തിൽ താഴെയായി 10-15 വർഷത്തോളമായി ഞാൻ ഇത് മുടങ്ങാറില്ല. അത് കഴിഞ്ഞിട്ട് ആ സഹോദരൻ എന്നോട് പറയാണ്, ഇശാ മഗ്രിബിന്റെ ഇടയിൽ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? എന്റെ അൽവാഖിഅയും എന്റെ തബാറക്കയും എന്റെ അമലുകളും വിറുദുകളും സ്വലാത്തുകളും ദിക്റുകളും എല്ലാം ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു നേരമാണത്. മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബാലവി SMK തങ്ങളുമായി ഒരിക്കൽ സംസാരിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മഹാനവറുകൾ പറയാ, എത്ര വൈകി കിടന്നാലും ഒരു 2 മണി 2:30 മണിയാവുമ്പോൾ ഞാൻ എഴുന്നേറ്റാൽ എന്റെ ഇബാദത്തുകളാ കുറെ ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവുമായി സുബഹി വരെ ഇരിക്കുമ്പോ ആ നേരത്ത് ഒരാളും എന്നെ കാണാൻ വരലില്ലല്ലോ. 24 മണിക്കൂറും തിരക്കുള്ള മഹാന്മാർ പോലും സയ്യിദന്മാർ പോലും ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയം പോലും രാവ് പകൽ ഭേദമെന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് സ്വസ്ഥമായി സ്വൈര്യമായി റബ്ബിനെ ഒന്ന് മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ കിട്ടുന്ന പാതിരാവിന്റെ കൂരിരുട്ടുകളും നിശബ്ദമായ നേരങ്ങളും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണമല്ലോ. സ്വന്തം ശരീരത്തോടൊരു ബാധ്യതയുണ്ടല്ലോ, മറ്റുള്ളവരോടുണ്ടല്ലോ. ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ, നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത സമ്പാദിച്ചാൽ, അതുവഴി നമ്മൾ ഒരാൾക്കൊരു ഉപദേശം കൊടുത്താൽ, ആ ഉപദേശം കൊണ്ട് അവൻ നന്നായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു വലിയ പദവിയിലായെത്താ എന്നറിയോ? നമ്മെ കൊണ്ടൊരാൾക്ക് ആഖിറത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ, നമ്മളെങ്ങാനും മരിച്ചുപോയാൽ നമ്മുടെ മരണം ഓർത്തുകൊണ്ട് ഭൂമിയിലെ ഉറുമ്പുകൾ പോലും കരഞ്ഞു പോകും. സമുദ്രത്തിന്റെ ആഴഗർത്തങ്ങളിലുള്ളതായ മത്സ്യങ്ങൾ പോലും കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരാൾക്ക് ആഖിറത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ കാരണമായിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ മരണശേഷം ഈ പറയപ്പെട്ട ജീവികൾ പോലും കരഞ്ഞു പോകും, മലക്കുകൾ പ്രാർത്ഥിക്കും. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നേരമാണെങ്കിൽ, അന്നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളി ഹത്ത അൻ-നംലതു ഫീ ജുഹരിഹാ വ ഹത്ത അൽ-ഹൂത് ഫിൽ ബഹരി ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറാ. അല്ലാഹു അവന്റെ മലക്കുകൾ, ആകാശത്തിലെ സർവ്വ സൃഷ്ടികൾ, എത്രത്തോളം ഭൂമിയിലെ കൂരിരുട്ടിലെ കറുത്ത ഉറുമ്പ് പോലും, മാളത്തിലിരിക്കുന്നതായ ജീവികൾ പോലും, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മത്സ്യങ്ങൾ പോലും ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറാ, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഖിറത്തിൽ ഗുണം കിട്ടുന്ന കാര്യം നമ്മൾ മുഖേന ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഗുണം തേടുകയാണ് അള്ളാന്റെ മലക്കുകൾ, നമുക്ക് ഗുണം ചെയ്തു തരികയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് സമുദ്രത്തിന്റെ അടിയിലെ മത്സ്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കൂരിരുട്ടിൽ അരിച്ചരിച്ചു പോകുന്ന ഉറുമ്പുകൾ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിനു വേണ്ട എല്ലാ യോഗ്യതയും നമ്മൾ നേടിയെടുക്കണേ. നമ്മുടെ സ്വന്തത്തോട് കൽപ്പിക്കാൻ പറഞ്ഞ, സ്വന്തത്തോട് നമ്മൾ പരിശീലിപ്പിക്കാൻ പറഞ്ഞ, നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ നെഫ്സിനെ ഇങ്ങനെ അഴുക്ക് പറ്റിക്കൊണ്ടിരിക്കുക, അത് നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കണം. ശരീരം ഇങ്ങനെ അഴുക്ക് പുരണ്ടുകൊണ്ടിരിക്കുക, അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നന്നാക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താലേ ഉത്തരവുള്ളൂ. നമ്മൾ സമൂഹത്തിൽ കാണുന്ന നെറുകേടുകളോട് ചിലപ്പോൾ പ്രതികരിക്കേണ്ടവരും അവിടെ പ്രതികരിച്ചിട്ട് ദ്വാരുന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരവുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം.
സ്വന്തം ശരീരത്തെ തിന്മകളിൽ നിന്നും വ്യതിചലിപ്പിച്ച് നന്മ ചെയ്യാൻ നിർബന്ധിച്ച് ശരീരത്തെ അങ്ങനെ പരിശീലിപ്പിക്കണം. വലത്തെ കൈ കൊണ്ട് ഇടത്ത് ഭാഗത്ത് വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന പോക്കറ്റിലേക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പോവാം. അങ്ങനെ പോയി ആ കൈ ക്യാഷ് വേണമെന്ന് പറയുമ്പോഴേക്കും ക്യാഷ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ആ പോക്കറ്റിലേക്ക് കൈയിടണമെങ്കിൽ അവൻ പോക്കറ്റ് എവിടെ നിന്ന് അന്വേഷിക്കേണ്ട, വേറെ എവിടെ നോക്കിയിരുന്നാൽ ഈ കൈ യാദൃശികമായ ആ ഭാഗത്തേക്ക് തന്നെ കൃത്യമായിട്ട് പോക്കറ്റിന്റെ ഭാഗത്തേക്ക് വരും. കൈയിനെ പരിശീലിപ്പിച്ചത് അങ്ങനെയാ. അതങ്ങനെ ശീലിച്ചു പോകുന്ന പോലെ ശരീരത്തെ ആ സകലം നമ്മൾ ശീലിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഈ ശരീരത്തെ നരകത്തിന് കൊടുക്കാനുള്ളതല്ലോ, ഈ ശരീരത്തിന് അള്ളാഹുവിന്റെ സ്വർഗത്തിന് കൊടുക്കാനുള്ളതാ. അങ്ങനെ വരുന്നോടത്താ നമുക്ക് ദുആഇന് ഉത്തരവുള്ളൂ. വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകരി ഔ ലയുശികന്നല്ലാഹ അസ്സ വജല്ല അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഇൻദിഹി ثم تدعونه فلا يستجاب لكم സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്ത സ്വന്തം നഫ്സിനോടാണെങ്കിൽ പോലും നന്മ കൽപ്പിച്ച് തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്തവർ, ഈ പരിപാടി കൊണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട നിന്റെ അടിമകളുടെ സ്വഭാവം കൊണ്ടും അവരുടെ എല്ലാ പ്രകൃതം കൊണ്ടും നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ച റബ്ബേ എല്ലാവർക്കും നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. രോഗങ്ങളുള്ള പലരും ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പൊന്നാര മക്കളെ നീ നല്ലവരാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ സ്വഭാവം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ അവിചാരിത നേരത്ത് ആകസ്മികമായി ഞങ്ങൾ ഒരുങ്ങാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ആഖിബത്ത് മോശമാകുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനവും സന്തോഷവും ഐക്യവും നൽകണേ അല്ലാ. കടബാധ്യത ഉള്ള പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കടങ്ങള് വീട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വസ്തുക്കൾ വിറ്റ് പോകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഖൈറായ നിലയിൽ വിൽപ്പന നടക്കാനും അതുവഴി ആവശ്യം നടക്കാനും വിറ്റതിനേക്കാൾ ഖൈർ വാങ്ങാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീട് എന്ന സ്വപ്നവുമായി നടക്കുന്നവർക്ക് നീ അത് സഫലമാക്കണേ അല്ലാ. വാടകക്ക് താമസിക്കുന്നവർക്ക് ഒരു തുണ്ട് മണ്ണ് വാങ്ങാൻ നല്ലൊരു വീട് വെക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. വീട് പണിതതുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്ന കടബാധ്യതകളുള്ളവരുണ്ട്, നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. പലിശയിൽ കുടുങ്ങിയവരുണ്ട്, ലോണിൽ മുങ്ങിത്താഴുന്നവരുണ്ട്, കരകേറ്റണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധം, സ്വാലിഹീങ്ങളായ ബന്ധം അല്ലാഹുവേ നീ അടുപ്പിക്കണേ അല്ലാ. സ്ഥാപനങ്ങളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പഠനത്തിലും എക്സാമിലും ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചോനെ റബ്ബേ ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിരന്തരം ഗുളിക കഴിക്കുന്നവർ അടക്കമുള്ള എല്ലാവരും പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. അവസാനം നന്നായി മരിക്കാൻ ഭാഗ്യം നൽകുക അല്ലാ.
മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി കഴിഞ്ഞു പോകുന്നത്. നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.